പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവീസന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യത്തിൽ 3-ാം ദിവസം ഞായറാഴ്ച ശ്രീറാം നമ്പൂതിരി തത്വപ്രവചനം നടത്തി. അനുഭവങ്ങളുടെ ആഘാതത്തിൽ അടിപതറാത്ത കരുത്ത് മക്കൾക്ക് നൽകുന്നവരാണ് യഥാർത്ഥ മാതാപിതാക്കളെന്ന് ഭാഗവതത്തിലെ ഋഷഭദേവന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീറാം നമ്പൂതിരി പറഞ്ഞു. യുദ്ധമൊക്കെ അത് കഴിഞ്ഞ് യുദ്ധത്തിന്റെ കാവലേഖനങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി. പക്ഷെ പാലം കല്യാണ സുന്ദരം കൊടുത്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ലഭിക്കുന്നത് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ജീവനാംശം മാത്രം എടുത്തു. കുറച്ചു കഴിയുമ്പോൾ ജീവനാംശവും എടുക്കാതെ മുഴുവൻ ശമ്പളവും അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി, ചേരിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പൊ അദ്ദേഹം എങ്ങനെ ജീവിച്ചു? അദ്ദേഹം പിന്നീട് കൂലിപ്പണിക്ക് പോകും. ലൈബ്രറിയനായിട്ട് ജോലി ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് അദ്ദേഹം കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിക്കാനുള്ള ഉപജീവനാംശം കണ്ടെത്തുന്നത്. കിട്ടുന്ന ശമ്പളം മുഴുവൻ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. അദ്ദേഹത്തെ ലോകം അറിയുന്നതും അദ്ദേഹത്തെ ആദരിക്കുന്നതും. അമേരിക്കൻ സർക്കാർ 30 കോടി രൂപയാണ് അദ്ദേഹത്തിന് നൽകിയത്. അന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും കൊടുത്തു. അദ്ദേഹത്തിന് ഒന്നുമില്ല. 10 ലക്ഷം രൂപയാണ് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയത്. ആ 10 ലക്ഷം രൂപ അദ്ദേഹം ചേരിവാസികൾക്കും തന്റെ സഹജീവികൾക്കുമായിട്ട് വീതിച്ചു കൊടുത്തു. രാമകൃഷ്ണദേവനെ പോലെയാ, പൈസ കയ്യിൽ വെക്കില്ല, പൈസ തൊട്ടാൽ കൊള്ളും, കൊടുക്കുകയാണ് ആനന്ദം. അപ്പൊ ഇതാണ് ഈ സത്വഗുണം ഏറിയാൽ, രജഗുണമുള്ളത്തിൽ സത്വഗുണം പ്രവർത്തിച്ച് സത്വഗുണം നമ്മളിൽ ഏറിക്കൊണ്ടിരുന്നാൽ കൊടുക്കുന്നതിന്റെ ആനന്ദം നമ്മൾ തിരിച്ചറിയും. പിന്നീട് അത് പിടിച്ചു നിർത്താൻ പോലും ആവാതെ നമ്മളെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് അത് വളർന്നുകൊണ്ടേയിരിക്കും. ഭാരതം ഈ 2 വർഷം മുമ്പ് പത്മശ്രീ നൽകി ആദരിച്ചു. ഇങ്ങനെ ഇപ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ നിൽക്കുമോ? ഇതിനൊരു പരിണാമമില്ലേ? ഇതിനൊരു അടുത്ത ഘട്ടമില്ലേ? ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രജോഗുണത്തിലെ സത്വഗുണമാണ്. ഇനി എന്താണുള്ളത്? കേവലമായ സത്വഗുണം. കേവലമായ സത്വഗുണം വന്നാൽ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കും? കേവലമായ സത്വഗുണം മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരമാണ്, മനസ്സിന്റെ ഭാരമാണ് ഇല്ലാതെയാവുക. തമസാണ് ഏറ്റവും ഭാരമുള്ളത്. തമസിന്റെ പ്രത്യേകത ഇരുട്ടും ഭാരവുമാണ്. ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കില്ല. ഭാരം കാരണം നമ്മുടെ ചലനം പോലും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും. ഭാരം ഉദ്ദേശിക്കുന്നത് ശരീരത്തിനല്ല, മനസ്സിനാണ്, അന്ധകരണങ്ങളാണ്. സത്വഗുണം ഏറിക്കഴിഞ്ഞാലോ എല്ലാം പ്രകാശമാനമായി കാണാം, വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഭാരമില്ല, നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഭൂമിയിൽ നിൽക്കാനാ പാടില്ല. ചന്ദ്രനിൽ എത്തിയ പോലെയാവും അവസ്ഥ. ചന്ദ്രനിൽ നമുക്ക് കാലം ഉറപ്പിക്കാൻ സാധിക്കുകയില്ല, നമ്മളിങ്ങനെ ഒഴുകുന്നത്. ഏകദേശം അതുപോലെയാണ് ഭൂമിയിലെ സത്വഗുണ സമ്പന്നരായ മനുഷ്യർ. ഒരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടതായ ബുദ്ധി, മനസ്സ്, ചിന്താശക്തി, സംസാരശേഷി തുടങ്ങിയ എല്ലാ വിഭവങ്ങളും ഈശ്വരൻ നമുക്ക് സമൃദ്ധമായി തന്നിട്ടുണ്ട് എന്നിരിക്കെ അത് വേണ്ടവിധം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തെ വിളക്കുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും. പകൽ പോലെയുള്ള വെളിച്ചവും ഒപ്പം കളർഫുൾ ആകുന്ന മൾട്ടി ഫംഗ്ഷണൽ ഹാർഡ് ഡോർ ലൈറ്റുകൾ. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447 132 148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.